ബിഗ് ബോസ് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരും കാലങ്ങളിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് നിങ്ങൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും പറയണമെന്നാണ് അനുമോൾ പറഞ്ഞത്. മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതുപോലെ തന്നെ ഫണ്ണായിട്ട് നിൽക്കണം, എൻ്റെ നിലപാടിൽ നിൽക്കണം എന്നൊക്കെയാണ്. അതുപോലെ തന്നെ മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പിണങ്ങി കഴിഞ്ഞാൽ കുറേ ടൈം പിണങ്ങിയിരിക്കും. അപ്പം അത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്, പെട്ടെന്ന് തന്നെ പിണക്കം മാറ്റണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതായിട്ട് ഷാനവാസാണ് പറഞ്ഞത്. ഷാനവാസ് പറഞ്ഞത്, മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത എൻ്റെ നിലപാടുകളാണ്, അത് ഞാനൊരിക്കലും സൗഹൃദങ്ങളൊന്നും, അതൊക്കെ ഒറിജിനലാണ്, അതൊന്നും ഞാൻ ഒരിക്കലും മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞു. മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, അതുപോലെ തന്നെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് നെവിനാണ്. നെവിൻ മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് ഹൗസിൽ ഭക്ഷണം മോഷ്ടിക്കുക, അങ്ങനെയുള്ള എൻ്റെ സ്വഭാവങ്ങൾ ഞാൻ ഒരിക്കലും മാറ്റം വരുത്തില്ല. അതേസമയം മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, പെട്ടെന്നുള്ള അഗ്രഷൻ മാറ്റിയിട്ട്, പാലൊഴിക്കുക, വെള്ളമൊഴിക്കുക, അതൊക്കെ മാറ്റിയിട്ട് എരുതയിൽ എണ്ണയൊഴിക്കുക എന്നുള്ള ആ ഒരു പോളിസിയിലേക്ക് ഞാൻ മാറുമെന്നാണ് നിവിൻ പറയുന്നത്. അതേസമയം എൻ്റെ സ്വഭാവങ്ങൾക്കോ ഒന്നും മാറ്റം വരുത്തില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം അക്ബർ വന്നത്. അക്ബർ പറയുന്നത്, മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തിഹത്യ, മറ്റുള്ളവർ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അത് മാറ്റം വരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരഡി ഗാനങ്ങളൊക്കെ ഇനി ഞാൻ അടുത്ത ബിഗ് ബോസിലും ഞാൻ ഇതുപോലെ തന്നെ പാരഡി ഗാനങ്ങളൊക്കെ പാടിയിട്ട് ഞാൻ കളിക്കും എന്നൊക്കെയാണ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പറയുന്നത്. മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നതിൽ പിന്നെ പേഴ്സണലായിട്ടൊന്നും കൊടുക്കില്ല, ടാസ്കിലൊക്കെ ഉണ്ടായത് അപ്പം തന്നെ കളഞ്ഞിട്ട് അടുത്തേക്ക് പോകും എന്നാണ് അക്ബർ പറയുന്നത്, മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് നൂറയാണ്. നൂറ പറയണത്, എനിക്ക് സ്റ്റേജ് ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് മാറ്റിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കാത്തത് എൻ്റെ നിലപാട്, ഞാൻ ഒറിജിനലായിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി അതൊന്നും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അനീഷാണ് വരുന്നത്. അനീഷ് പറയണത്, ഇനി ഇതുപോലെ നല്ല കളിച്ച് ചിരിച്ച് അടുത്ത ബിഗ് ബോസിൽ ഇതുപോലെ ഞാനിങ്ങനെ മിണ്ടാതിരിക്കില്ല, നല്ല ഫണ്ണായിട്ട് ലവബിളായിട്ടും എനിക്കിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മാറ്റാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം എന്ന് പറയണത്, ഞാൻ എൻ്റെ മറ്റുള്ളവരോട് പരദൂഷണം പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ നിലപാടുകൾ, എൻ്റെ പേഴ്സണാലിറ്റി അതൊക്കെ ഒറിജിനലാണ്, അപ്പോൾ അതൊന്നും ഞാൻ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്നത് ആദിലയാണ്. ആദില പറയണത്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അപ്പോൾ അത് ആ ദേഷ്യം എനിക്ക് ഒന്ന് കുറയ്ക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ നിലപാടുകൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. സാബുമാൻ പറഞ്ഞത്, ഞാനിങ്ങനെ ചിരിച്ചിട്ട് തന്നെ നിൽക്കും, അതൊന്നും ഞാൻ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ എൻ്റെ നിലപാടാണ്, അതിനൊന്നും ഞാൻ മാറ്റം വരുത്തില്ല. അതേസമയം എനിക്ക് കുക്കിംഗ് ചെയ്യാനും അതുപോലെ മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല, അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചിട്ട് വരും, അപ്പോൾ അതാണ് എനിക്ക് മാറ്റം വരുത്താനുള്ള ആഗ്രഹം എന്നൊക്കെയാണ് സാബുമാൻ പറയുന്നത്.